ചൂടുകാലമാണ്, ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇത്. നമ്മൾ വീട്ടിൽ ഭക്ഷണത്തിനായിട്ട് കോഴിമുട്ടയും താറാമുട്ടയും ഒക്കെ വാങ്ങുമ്പോൾ അത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇല്ല എങ്കിൽ ഇന്നത്തെ ചൂടിൽ ചിലപ്പോൾ ഈ മുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞ് പുറത്തു വന്നേക്കാം. പറഞ്ഞു വരുന്നത് രസകരമായൊരു വാർത്തയാണ്. വിൽപ്പനയ്ക്കായി എത്തിച്ച കാടക്കോഴിമുട്ട കവറിലിരുന്ന് പിരിഞ്ഞു. തമിഴ്നാട്ടിൽ നിന്നും പാലക്കാട് നല്ലേപ്പിള്ളി കമ്പിളിച്ചുങ്കത്തെ കടയിലെത്തിച്ച കാടക്കോഴിമുട്ടകളിൽ 2 എണ്ണമാണ് ചൂടേറ്റ് കവറിലിരുന്ന് വിരിഞ്ഞത്. പാലക്കാട്ടെ ചൂട് വളരെ കൂടിയ ഒരു അവസരമാണിത്. അന്തരീക്ഷ താപനില കഴിഞ്ഞ ദിവസം 45 ഡിഗ്രി വരെ എത്തിയ സാഹചര്യത്തിൽ മുട്ടകൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം എന്നാണ് ഇപ്പോൾ കച്ചവടക്കാർ പറയുന്നത്. വിൽപ്പനയ്ക്കായി എത്തിച്ച കാടമുട്ട കവറിനുള്ളിൽ വെച്ച് അനങ്ങുന്നത് കണ്ടിട്ടാണ് ആളുകൾ ശ്രദ്ധിച്ചത്. അങ്ങനെ കവർ പതുക്കെ തുറന്നു നോക്കുമ്പോഴാണ് പാക്കറ്റിനുള്ളിൽ മുട്ടകൾക്ക് പകരം കാടക്കുഞ്ഞുങ്ങളെ കണ്ടത്. സൂര്യതാപം കൂടി വരുന്നതിനനുസരിച്ച് അതിശയം എന്ന് കരുതിയ പലതും ഇനി അനുഭവിച്ചറിയേണ്ടി വരുമോ എന്നാണ് നാട്ടുകാർ സംശയിക്കുന്നത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ഈ വർഷത്തെ റെക്കോർഡ് ചൂട് രേഖപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെ ഇന്നും കനത്ത ചൂട് തന്നെയാണ്. പലയിടങ്ങളിലും ഉയർന്ന ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളിൽ പലയിടങ്ങളിലും ഇന്നലെ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് താപനില രേഖപ്പെടുത്തിയത്. കണ്ണൂർ ചേമ്പേരിയിൽ 41.3 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി. നിലമ്പൂർ, കൂത്താട്ടുകുളം, മണ്ണാർക്കാട്, പീച്ചി തുടങ്ങിയ സ്ഥലങ്ങളിലും 40-ന് മുകളിലാണ് കഴിഞ്ഞ ദിവസം ചൂട് അനുഭവപ്പെട്ടത്. ചൂട് കൂടാൻ 4 കാരണങ്ങളാണ് പൊതുവെ പറയുന്നത്. അന്തരീക്ഷത്തിൽ പ്രകടമാവുന്ന 4 പ്രധാന ഘടകങ്ങളാണ് കനത്ത ചൂടിന് കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. മാർച്ച് 21 മുതൽ സൂര്യൻ ഭൂമധ്യരേഖയിൽ നിന്ന് വടക്കോട്ട് നീങ്ങുന്ന സാഹചര്യത്തിൽ സൂര്യകിരണങ്ങൾ ലംബമായി ഭൂമിയിൽ പതിക്കും. ഇതുമൂലം കനത്ത ചൂടാണ് അനുഭവപ്പെടുക. അൾട്രാവയലറ്റ് രശ്മികളുടെ ആധിക്യവും ചൂട് ക്രമാതീതമായി കൂടാനുള്ള സാഹചര്യം ഒരുക്കുന്നു. ഉത്തരേന്ത്യയിലെ ഉഷ്ണതരംഗം അടുത്ത ദിവസങ്ങളിൽ വല്ലാതെ കനക്കും. ഇത് ചൂട് പരിധി വിടാൻ ഇടയാക്കും. വേനൽ മഴ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞതും കാര്യങ്ങൾ കൈവിടുന്നതിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ഈ 4 ഘടകങ്ങൾ ഒന്നു ചേർന്നതോടെ കേരളം ഇനിയും ഏറെ പൊള്ളും. മലപ്പുറത്തും പാലക്കാടും 43 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കാൻ ഇടയാക്കിയതും ഈ ഘടകങ്ങൾ തന്നെയാണ്. അടുത്ത ദിവസങ്ങളിലും ഇതേ പ്രതിഭാസങ്ങൾക്ക് മാറ്റമില്ലാത്ത സാഹചര്യം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കരുതലാണ് ഉചിതം. പ്രതീക്ഷ വേനൽ മഴയിലാണ്. ചൂട് ദിനം പ്രതി കൂടുന്ന സാഹചര്യത്തിൽ വേനൽ മഴയ്ക്കായി കാത്തിരിക്കുകയല്ലാതെ മറ്റു നിർവാഹമില്ല. ഇടിയോടുകൂടിയ മഴ 2019 മുതൽ 2022 വരെ പരക്കെ അല്ലെങ്കിലും മാർച്ച് അവസാനം മുതൽ ഏപ്രിൽ മുഴുക്കെ ലഭിച്ചതാണ് കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ ചൂടിൽ നിന്ന് കേരളം രക്ഷപ്പെടാൻ കാരണം. നിലവിൽ വേനൽ മഴ കാര്യമായി ലഭിക്കാത്ത സാഹചര്യത്തിൽ മാർച്ചിനെ വെല്ലുന്ന ചൂട് ഏപ്രിലിൽ പ്രതീക്ഷിക്കാം. മാർച്ച് 1 മുതൽ ഏപ്രിൽ 12 വരെ 28% മഴക്കമ്മിയാണ് നിലവിലുള്ളത്. 71.2 പകരം 51.3 മില്ലിമീറ്റർ മഴ മാത്രമാണ് ഇതുവരെ ലഭിച്ചത്. മധ്യ തെക്കൻ ജില്ലകളിലാണ് അല്പമെങ്കിലും മഴ ലഭിച്ചത്. അതുതന്നെ ഒറ്റപ്പെട്ടതാണെങ്കിലും സമീപ പ്രദേശങ്ങളിലേക്ക് ഈർപ്പത്തോത് കൂട്ടാൻ ഇത് ഏറെ സഹായകമാണ്. ഇതേസമയം അന്തരീക്ഷത്തിൽ ഈർപ്പത്തിന്റെ അളവ് കൂടുന്നതിലാണ് ഈർപ്പത്താപ സൂചിക 58 കടക്കാനും ഇടയാക്കുന്നത്. കടലിൽ നിന്നുള്ള ജലാംശത്തോടുകൂടിയ ചൂടുകാറ്റും ഒപ്പം അന്തരീക്ഷ ബാഷ്പീകരണവും ഈർപ്പം കൂടുന്നതിനുള്ള കാരണമായും ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമാനസ്.